നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിനം 2026 ജനുവരി മാസം 14-ാം തീയതി, അതായത് 1201 ധനുമാസം 30-ാം തീയതി ബുധനാഴ്ച. ഉത്തരായനം ആരംഭിക്കുകയാണ്. അതിനാൽ ഇന്നത്തെ ദിനം വളരെയധികം പ്രാധാന്യമുള്ള ദിനമാണെന്നറിയുക. പുതിയ പല ആരംഭവും നിങ്ങൾക്കിന്ന് 3:30 മുതൽ ആരംഭിക്കാം. 3:30 ശേഷം ഉത്തരായനം. സൂര്യൻ ബലവാനായി ഉത്തരായനത്തിൽ പ്രവേശിക്കുന്നു. ഇന്ന് ബുധനാഴ്ചയാണ്, അനിഴം നക്ഷത്രമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്നു. പക്ഷേ സംക്രമത്തിന് നാം വിശേഷിച്ച കർമ്മങ്ങളൊന്നും ചെയ്യാറില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് 10:45 മുതൽ 11:30 വരെയുള്ള സമയം സ്വീകരിക്കാം. പക്ഷേ ഗർഭിണികൾ, നാൽക്കാലികൾ, സ്ത്രീകളൊക്കെ സഞ്ചരിക്കാത്ത ദിനമാണ് ബുധനാഴ്ച എന്ന് അറിയുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് 3:30 മുതൽ ആരംഭിക്കാവുന്ന സത്കാര്യങ്ങളാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ ഒക്കെ ബുധനാഴ്ച ഏറ്റെടുക്കാം. പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാം. പുതിയ ഓഫീസുമായി ബന്ധപ്പെടുന്നു, കൺസൾട്ടൻസിക്കൊക്കെ ഇന്നത്തെ ദിനം 3:30 മുതൽ വളരെ അനുകൂലമാണെന്ന് അറിയുക. നല്ല മുഹൂർത്തം നോക്കി കാര്യങ്ങൾ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട 3 ഋതുക്കൾ കടന്നു പോകുന്നു: ശിശിരം, വസന്തം, ഗ്രീഷ്മം. നല്ലൊരു ഇന്നിനെ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഉത്തരായനകാലം 6 മാസക്കാലം എല്ലാ കാര്യങ്ങളും സജീവമായി നമ്മൾക്ക് ചെയ്യുവാനുള്ള ഒരാത്മപ്രഭാവം കൈവരും. കാരണം എന്താണ്? ഉത്തരായണത്തിൽ പ്രവേശിക്കുന്ന ഗ്രഹം സൂര്യനാണ്. താതശ്ച ആത്മപ്രഭാവ. തൻ്റെ വ്യക്തിത്വവും ആത്മപ്രഭാവം പിതാവുമൊക്കെ ചിന്തിക്കേണ്ടത് സൂര്യനെ കൊണ്ടാണ്. അതിനാൽ ആദ്യത്തെ ഹൃദയ മന്ത്രം ജപിക്കാം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നു മുതൽ പഠിക്കണമത്. യുദ്ധത്തിൽ തളരുന്ന ശ്രീരാമന് ഒരു പ്രചോദനമായി വർത്തിക്കുന്നത് ആദിത്യ ഹൃദയ മന്ത്രമാണ്. ആ മന്ത്രം ശ്രവിച്ചതിന് ശേഷമാണ്, 3 തവണ ചൊല്ലിയതിന് ശേഷമാണ് യുദ്ധസന്നദ്ധനായി വന്ന് രാവണനെ വധിക്കുന്നത്. അത്ര ശക്തമാണ് ആദിത്യ ഹൃദയ മന്ത്രം എന്നറിയുക. വാൽമീകി രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ ഒരു വലിയ ഭാഗമാണ്. 32 ശ്ലോകങ്ങൾ വരുന്ന ഭാഗമാണ് ആദിത്യ ഹൃദയ മന്ത്രം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ഉത്തരായനം മുതൽ അത് പഠിക്കണം. നിത്യവും 3 തവണ ചൊല്ലുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാറ്റം അത് അനിർവചനീയമാണ്. ഞാൻ നിത്യവും 3 തവണ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കും. അത് കാലത്ത് ജപിക്കുമ്പോൾ എനിക്കറിയാം എന്നിലുണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എന്താണ്. ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നു, ലളിതയും ജപിക്കുന്നുണ്ട്. ഇതൊക്കെ എന്നിലുണ്ടാക്കുന്ന ആ ഓറ, അതാണ് ഓറ. ഓറ നമുക്കുണ്ടാക്കാം, സ്വയം സൃഷ്ടിക്കാം. നിങ്ങളുടെ ഓറ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് ഗായത്രി മന്ത്രം ജപിച്ചാലും നമുക്ക് ലഭിക്കും. അപ്രകാരം ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വളരെ അനുകൂലമായി ഭവിക്കട്ടെ. ഇന്നത്തെ ദിനത്തിനൊരു പ്രത്യേകത, ഇന്ന് ബുധനാഴ്ച ആണ്. ബുധനാഴ്ച ആരുടെ ദിനമാണ്? ദശാവതാരം, ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു, മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളെ ചിന്തിക്കുന്ന ദിനമാണ്. അത് ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും നരസിംഹമായാലും വരാഹമൂർത്തിയായാലും വാമനമൂർത്തിയായാലും ഒക്കെ തന്നെ ഇന്നത്തെ ദിനം. പിന്നെ അനിഴം നക്ഷത്രമാണ്. അതിനാൽ ഇന്നത്തെ ദിനത്തിന് ഏറ്റവും സ്യൂട്ടായി നമുക്ക് ജപിക്കാൻ പറ്റുന്നത് ഹനുമാൻ സ്വാമിയെയും ശ്രീരാമസ്വാമിയുമാണ്. ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം, അല്ലെങ്കിൽ വിഷ്ണുവിന് പാൽപ്പായസം, പുഷ്പാഞ്ജലി, തുളസിമാലയും, ഹനുമാൻ സ്വാമിക്ക് നന്നായി നെയ്വിളക്ക്, അവൽ നിവേദ്യം, ഗത ഒപ്പിക്കൽ, ഇതൊക്കെ ചെയ്താൽ ഇന്നത്തെ ദിനത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജി അനിർവചനീയമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.